ഹായ് എവരി വൺ, ഫണ്ടക്കേണിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫണ്ണി വീഡിയോ കണ്ടൻറ്റുകളും ഫ്യൂച്ചറിസ്റ്റിക് ടെക്നിക്കൽ കണ്ടൻറ്റുകളും അതുവഴിയുള്ള ഏണിംഗ് പ്ലാറ്റ്ഫോമുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഫണ്ടക് ഏൺ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഏവർക്കും നന്ദി. തുടർന്നും എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാം. മെറ്റാമാസ്ക് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതും അതെങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് ചെയ്യുന്നതെന്നും ഉള്ള വീഡിയോ ഇതിനു മുമ്പ് നാം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നെറ്റ്വർക്കുകൾ എങ്ങനെ ചേഞ്ച് ചെയ്യാം, BNB സ്മാർട്ട് ചെയിനിൽ നിന്നും ഇതേറിയം ആക്കുന്നതും ഇതേറിയത്തിൽ നിന്നും നമുക്ക് BNB സ്മാർട്ട് ചെയിൻ ആക്കുന്നതും എങ്ങനെയാണ് ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് എന്താണെന്നും ഉള്ള ഒരു വിശദാംശം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിനിൽ നമ്മൾ ഇപ്പം TRC20, PEP20 എന്നൊക്കെ പറയുന്നത് അതാത് നെറ്റ്വർക്കുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിനെയാണ് അതാത് സിസ്റ്റത്തിൻ്റെ, അതായത് ക്രിപ്റ്റോ കറൻസികളുടെ ബ്ലോക്ക് ചെയിനുകൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ യുബിറ്റ് സ്മാർട്ട് ചെയിൻ ആണ് നമ്മൾ മെറ്റാമാസ്കിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുബിറ്റ് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ യുബിറ്റ് കോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ഉണ്ട്. യുബിറ്റ് സ്കാൻ എന്ന് പറഞ്ഞ ഒരു എക്സ്പ്ലോററും കൂടിയുണ്ട്. നമുക്കറിയാം BNB സ്മാർട്ട് ചെയിനിലാണല്ലോ BNBകളുടെ മറ്റുള്ള പ്രധാനപ്പെട്ട എല്ലാ കോയിനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ BNB സ്മാർട്ട് ചെയിനിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ BNBയിലായിരിക്കും ഗ്യാസ് ഫീസൊക്കെ പോകുന്നത്. ഇവിടെ യുബിറ്റ് സ്മാർട്ട് ചെയിനിലെ യുബിറ്റ് സ്കാനിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ USC എന്ന് പറഞ്ഞ അവരുടെ ഓൺ ടോക്കണായ ആ കോയിനിൽ നിന്നായിരിക്കും ഗ്യാസ് ഫീസ് പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റാമാസ്കിൽ യുബിറ്റ് സ്മാർട്ട് ചെയിൻ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത്. അത് ശ്രദ്ധിച്ച് സമയമെടുത്ത് വേണം നിങ്ങൾ കാണാൻ. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ച മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തു വരുമ്പോൾ മെറ്റാമാസ്കിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ അതിനകത്ത് വേണ്ട സെറ്റിങ്സ് ഒക്കെ ചെയ്തു. കറൻസി INR ആക്കി. നെറ്റ്വർക്ക് കാണിക്കുന്നത് ഇതേറിയം നെറ്റ്വർക്കാണ്. നമുക്ക് ഇവിടെ വേണ്ടത് യുബിറ്റ് സ്മാർട്ട് ചെയിനെയാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ യുബിറ്റ് സ്കാൻ .io എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. UBITSCAN.io എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുക. UBITS SCAN.io. ഓക്കെ, നമ്മൾ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ യുബിറ്റ് സ്കാൻ എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പ്ലോറിൽ നമ്മൾ റീലോഡ് ആകും. അതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. നമുക്ക് BSC സ്കാൻ എന്ന് പറഞ്ഞ എക്സ്പ്ലോറർ നമ്മൾ എടുക്കുമ്പോൾ BNB സ്മാർട്ട് ചെയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് മൊത്തം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് യുബിറ്റ് എക്സ്പ്ലോറർ നമ്മൾ എടുക്കുമ്പോൾ യുബിറ്റ് സ്കാനിൻ്റെ അകത്ത് അതിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ താഴത്തേക്ക് പതുക്കെ പതുക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും വളരെ വ്യക്തമായ രീതിയിൽ നമുക്കവിടെ കാണാൻ സാധിക്കും. വീണ്ടും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ മെറ്റാമാസ്കുമായി കണക്ട് ചെയ്യുന്ന ഒരു ബട്ടൺ അവിടെ കാണാൻ സാധിക്കും. താഴത്ത് ആഡ് യുബിറ്റ് സ്മാർട്ട് ചെയിൻ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ, അവിടെ ഫോക്സിൻ്റെ ഒരു എംബ്ലവും കൂടെ ഉണ്ട്, മെറ്റാമാസ്കിൻ്റെ ലോഗോയും കൂടെ ഉണ്ടാകും. അവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു കൺഫർമേഷൻ ചോദിക്കും, ആഡ് നെറ്റ്വർക്ക്. ആ കൺഫേം ചെയ്യുക. നമ്മൾ വീണ്ടും ചോദിക്കും സ്വിച്ച് ടു നെറ്റ്വർക്ക് എന്ന് ചോദിക്കും.
കോട്ട് ഇറ്റ് അതും നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വാലറ്റ് യുബിറ്റ് സ്കാനറിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, മുകളിൽ നെറ്റ്വർക്ക് മാറി. യുബിറ്റ് സ്മാർട്ട് ചെയിൻ എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലേക്ക് നമ്മുടെ മെറ്റാമാസ്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ആ നെറ്റ്വർക്കിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ തന്നെ ഇതേറിയത്തിൻ്റെ നെറ്റ്വർക്ക് കാണാം, BNBയുടെ സ്മാർട്ട് ചെയിൻ നെറ്റ്വർക്ക് കാണാം. ഇപ്പോൾ ഒരു നെറ്റ്വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. യുബിറ്റ് സ്മാർട്ട് ചെയിൻ എന്ന് പറഞ്ഞ നെറ്റ്വർക്കും കൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് യുബിറ്റ് സ്മാർട്ട് ചെയിനെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ ആഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, യുബിറ്റ് കോയിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ യുബിറ്റ് കോയിൻ സ്മാർട്ട് ചെയിൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ USC എന്ന് പറഞ്ഞ ആ ഒരു സ്മാർട്ട് ചെയിൻ്റെ ഓൺ ടോക്കൺ വന്ന് കിടപ്പുണ്ടാവും. കാരണം അതിലൂടെയാണ് നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ എല്ലാം ഗ്യാസ് ഫീസ് അതിലൂടെ കട്ടാവും. കാരണം BNB സ്മാർട്ട് ചെയിനിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ BNB വന്ന് കിടക്കുന്നത് പോലെ, അപ്പം BNBയുടെ സ്മാർട്ട് ചെയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഗ്യാസ് ഫീസായിട്ട് പോകുന്നത് BNB ആയിരിക്കും. അതേപോലെ തന്നെ യുബിറ്റ് കോയിൻ്റെ ട്രാൻസാക്ഷൻ എല്ലാം നടക്കുന്നത് യുബിറ്റ് എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലൂടെ ആയിരിക്കും. അതിൻ്റെ ട്രാൻസാക്ഷൻ ഗ്യാസ് ഫീസായിട്ട് കട്ടാകുക USC എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം ഓൺ ടോക്കണിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ ടോക്കണിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഉയരാൻ ചാൻസ് ഉണ്ട്. BNB പോലെ നല്ല രീതിയിൽ ഉയരും. ഇപ്പോൾ തന്നെ $2.5 ഉണ്ട് ഒരു USCക്ക്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കാനും മറക്കരുത്. ഫണ്ടക്കേണിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.